ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗ പത്മയുടെ മുന്നിൽ നല്ല തകർത്ത് അഭിനയിക്കുകയാണ് കേട്ടോ. പത്മയെ അടുത്ത കൊല്ലാനുള്ള പ്ലാനുമായിട്ടാണ് ഗംഗ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഉന്നം തെറ്റില്ല, പത്മയ്ക്ക് ചെറിയൊരു ആപത്തിലോട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗംഗയോട് പറയാണ്, അതെ, നിങ്ങൾ കൊണ്ടുവന്ന ആപ്പിളിലാണ് ഈ ഉഗ്ര വിഷയം കടന്നിരിക്കുന്നത്. അപ്പോൾ അത് കഴിച്ചിട്ടാണ് ഈ നിൽക്കുന്ന അങ്കിളിന് സുഖമില്ലാതായത് എന്നുള്ള കാര്യങ്ങളൊക്കെ നന്ദിനിയും അതുപോലെ തന്നെ സൂര്യയും വെളിപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ഗംഗ പറയാണ്, നിങ്ങൾ പറഞ്ഞത് ശരി, ഞാൻ കൊണ്ടുവന്ന ആപ്പിളിൽ വിഷമുണ്ടെന്ന് കരുതിക്കോ. പക്ഷേ ഞാൻ കൊണ്ടുവന്ന ആപ്പിള് ഈ നിൽക്കുന്ന ഉദയേട്ടൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ദേ രാജീവേട്ട, ഇവിടെ എത്ര ആൾക്കാർ കഴിച്ചിട്ടുണ്ടോ? ഒരാൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് സത്യം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാനേട്ടാ. അപ്പോഴാണ് കേട്ടോ നന്ദിനിക്ക് ഒരു കാര്യം ഓർമ്മയിരുന്നത്. ആ ആപ്പിൾ സൂര്യയും അതുപോലെ തന്നെ നന്ദിനിയും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കഴിക്കുമ്പോൾ അവർക്ക് യാതൊരുവിധ കുഴപ്പവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉടൻ തന്നെ, എന്താ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയം പറയുകയാണ്, അത് പിന്നെ എന്ന് പറയുമ്പോൾ, കടയിൽ നിന്നും ആപ്പിൾ വാങ്ങുമ്പോൾ ഏതിലാണ് വിഷമുള്ളത് ഏതിലാണ് വിഷമില്ലാത്തതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കടയിൽ നിന്നും ആപ്പിൾ വാങ്ങി ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നു. നിങ്ങളിൽ അത് ആരൊക്കെ കഴിച്ചു എന്നുള്ളതും നിങ്ങൾക്കറിയാം. ഈ പറയുന്ന ആ ആപ്പിളിൽ ഒരുപക്ഷെ വിഷം ഉണ്ടായിരിക്കും. എനിക്ക് എന്തിനാണ് എൻ്റെ പത്മേച്ചി ഈ വീട്ടിലുള്ളവരെ കൊന്നിട്ട് കിട്ടാൻ പോകുന്നത്? എനിക്ക് എന്തിനാണ് ഡിഡി നിൻ്റെ അഭിനയം അങ്ങ് നിർത്തിക്കേ. എന്നോട് ഈ അഭിനയം നടത്തണ്ട. കാരണം നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ എത്രമാത്രം ഈ വീട്ടിൽ എന്തെല്ലാം നാടകം നടത്തുന്നുണ്ടെന്നും നിൻ്റെ ഭർത്താവിനെ ഇറക്കാനും നിൻ്റെ ഭർത്താവിനെ ഞാൻ ജയിലിലാക്കിയതിലുള്ള ആ ശത്രുതയും വെച്ച് നീ എന്തും ചെയ്യും എനിക്കറിയാം. ഒരു കുടുംബത്തെ നടുറോട്ടിലിട്ട് തകർത്തവളല്ലേ നിൻ്റെ ഭർത്താവ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്തു എന്ന് ഞാൻ തന്നെ സമ്മതിക്കുന്നു. അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ആ തെറ്റ് എന്നും ആ തെറ്റ് തന്നെ ആക്കി എടുക്കണമെന്നുണ്ടോ പത്മേച്ചി? എന്താ പത്മേച്ചി, എല്ലാവർക്കും ഒരു ക്ഷമയൊക്കെ കൊടുത്തൂടെ? എന്നും ഒരാളെ ആ കണ്ണിലൂടെ കാണാതെ തെറ്റ് പറ്റിയത് കൊണ്ടല്ലേ പത്മേച്ചിയുടെ അടുത്തോട്ട് ഞാൻ വന്നത്? അപ്പോഴേക്കും യതീന്ദ്രൻ പറയാണ്, ഗംഗേ, നീ അധികം സംസാരിക്കാൻ നിൽക്കേണ്ട. അപ്പോഴേക്കും സൂര്യ പറയണേ, അധികം നിങ്ങൾ സംസാരിക്കാൻ നിൽക്കേണ്ട, ഈ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയിക്കോളൂ. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഗംഗ പറയാണ്, ഞാൻ ഇറങ്ങിപ്പോവാൻ തന്നെ വന്നതാണ്. ഞാൻ നിങ്ങളോടൊരു നല്ല കാര്യം പറയാനും കൂടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ യതീന്ദ്രൻ പറയണേ, എന്താണ്? അപ്പോൾ ഉടൻ തന്നെ പത്മ പറയണേ, ഇവളുടെ നല്ല കാര്യം കേൾക്കേണ്ട, ചീത്ത കാര്യം കേൾക്കണ്ട. ഇവൾ ഏതിലൂടെയാണ് ഈ വീട്ടിൽ കടന്നുകൂടുക എന്ന് ശ്രമിക്കുകയാണ്. എന്നിട്ട് ഈ വീട്ടിലെ ആളുകളെ ഇല്ലാതാക്കാൻ എങ്ങനെയൊക്കെ ശ്രമിക്കും അതൊക്കെ ഇവൾ ചെയ്യും. ഇവളുടെ കുനിഷ്ഠബുദ്ധി, ഇവളുടെ ഭർത്താവിൻ്റെ കുനിഷ്ഠബുദ്ധിയും കുറേ അനുഭവിച്ചതാണല്ലോ എന്നിങ്ങനെ യതീന്ദ്രനോട് പറയണം. അപ്പോൾ യതീന്ദ്രൻ പറയണേ, ശരിയാണ് ഗംഗ, നീ പോയിക്കോ എന്ന് പറയണേ. അപ്പോൾ ഈ സമയം, ഞാൻ പോവുക തന്നെയാണ് യതീന്ദ്രൻ സാറേ, ഞാൻ ഇവിടെ നിൽക്കാനൊന്നും വന്നതല്ല. ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. ഈ വീട്ടിലൊരു വിശേഷ കാര്യം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അത് കേട്ടുകൊടുന്ന പത്മ, ഇതെങ്ങനെ ഇവളറിഞ്ഞു എന്നുള്ള ഭാവത്തിൽ എല്ലാവരെയും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അതെ, ഈ വീട്ടിൽ നമ്മുടെ മോളല്ലേ വേദയുടെയും അതുപോലെ തന്നെ ഈ ഉദയേട്ടൻ്റെ മകൻ രഞ്ജിത്തിൻ്റെയും വിവാഹം നടക്കുകയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു. അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ താൻ എന്ത് മറുപടിയാണ് ഇവിടെ നൽകേണ്ടതെന്നറിയാതെ അവിടെ തന്നെ പത്മ നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ പത്മ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നീ ഇത് അറിഞ്ഞത്? എൻ്റെ ചേച്ചി, ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ വേറൊരു കാര്യം പറയാനാണ്. ഈ ഒരു വീട്ടിൽ നല്ലൊരു പരിപാടി നടക്കുമ്പോൾ ഈ പറയുന്ന രഞ്ജിത്തിനും വേദയ്ക്കും ഈ വിവാഹം ചേർച്ചയുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ? അപ്പോഴേക്കും ഡി എൻ്റെ മകളുടെ വിവാഹകാര്യം ചേർച്ചയുണ്ടോ ചേർച്ചയില്ലേ നോക്കുന്നത് ഞാനാണ്. അത് നീ പറയണ്ട. നീ ഗംഗ വേഗം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. എൻ്റെ പത്മേച്ചി, ഞാനത് പറയാനല്ല വന്നത്. ഞാൻ കുടുംബക്ഷേത്രത്തിൽ നിന്നും വരികയാണ്. കുടുംബക്ഷേത്രത്തിൽ പോയി ഇവർക്ക് വേണ്ടി പൂജയും ചെയ്യിപ്പിച്ചു. ആ സമയം എന്നോട് എൻ്റെ മനസ്സിൽ ദേവി തോന്നിപ്പിച്ചതാണ് ഇവിടെ ഒരു വിശേഷം നടക്കുന്നുണ്ടെന്ന്, വേദമോളുടെ വിവാഹം നടക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ഈ നിൽക്കുന്ന ചെറുക്കനും ഇവനും തമ്മിൽ യോജിപ്പുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ? ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം വല്ലതും ആപത്തും സംഭവിച്ചാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമോ? അപ്പോൾ അത് പത്മേച്ചിയെ അറിയിക്കണ്ടേ? എൻ്റെ കുടുംബത്തിൽ എന്ത് നടക്കണം എന്നുള്ളത് എനിക്കറിയാം. ഇനി ദൈവത്തെ കൂട്ടിപ്പിടിച്ച് വെറുതെ ഓരോ കാര്യങ്ങൾ പറയണ്ട എന്ന് പറയട്ടോ. അപ്പോഴേക്കും നന്ദിനിക്കും ഒരു പേടി വരികയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു സൂചന തന്നതാണ്. അപ്പോൾ ഈ സമയം ഇവർ രണ്ടുപേരെയും കൂടി അവിടെ കൊണ്ടുപോയിട്ട് ഒരു പൂജ ചെയ്യിപ്പിക്കണം. ആ പൂജ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയാനാണ് ഞാൻ വന്നത്. ഇവർക്കൊരു ദോഷം വരാൻ പാടില്ലല്ലോ. എൻ്റെ ആങ്ങളുടെ മകൻ അങ്ങനെ ഒരു ദോഷമുള്ള പയ്യനല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മോൾക്ക് ആയിരിക്കാം. ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് ഇവിടെ വന്ന് പറഞ്ഞതല്ലേ, അല്ലാതെ ഒന്നുമല്ലല്ലോ. നിങ്ങൾ
നിങ്ങൾക്ക് ഈ പൂജ ചെയ്തതുകൊണ്ട് എന്താ കുഴപ്പം? നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി നിങ്ങളൊന്ന് പൂജ ചെയ്യണം. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ പത്മ കുടുംബക്ഷേത്രത്തിൽ പോകണോ പോണ്ടേ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളൂ, നീ ഒന്ന് പോയി കിട്ടിയാൽ മതി. അത് കേട്ട ഉടനെ തന്നെ ഉദയം പറയണേ, ദേ പത്മ ഞാനൊന്ന് പറയട്ടെ, ഈ സ്ത്രീ പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? ദൈവത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തെറ്റില്ല. കുടുംബക്ഷേത്രത്തിൽ ഞാനും പോകണമെന്ന് തീരുമാനിച്ചതാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ വന്ന് കുടുംബക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പോൾ അതിൽ ഞാൻ തെറ്റ് പറയുന്നുമില്ല. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇവർ പറഞ്ഞതിൽ എന്താ തെറ്റ്? അങ്ങനെ പറഞ്ഞു കൊടുക്കുക എൻ്റെ ഉദയേട്ട. ഞാൻ ഇവരുടെ നല്ല കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. എൻ്റെ വേദമോള് എൻ്റെ മോളെപ്പോലെയാണ്. അതുപോലെ തന്നെ നിൽക്കുന്ന നിങ്ങളുടെ മകന് രഞ്ജിത്തും, അവർ തമ്മിലുള്ള വിവാഹം എന്നും ഒരേപോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, ദീർഘസുമംഗലിയായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പൂജയൊന്ന് ചെയ്തു വെച്ച് നിങ്ങൾക്കൊരു ആപത്തും വരില്ലല്ലോ. അതിന് ഞാൻ എന്ത് തെറ്റ് പറഞ്ഞു? അതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. നിങ്ങളല്ലേ പോകുന്നത്, നിങ്ങളല്ലേ പൂജ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. ആ സമയം ഏട്ടാ ഇവളുടെ വാക്ക് കേട്ട് ഏട്ടനെ ഓരോന്ന് കിടന്ന് ചാടാതെ എന്ന് പറയണം കേട്ടോ. ഇതേ സമയം അയ്യോ എൻ്റെ പത്മേച്ചി, ഞാൻ ഒന്നും ഒരു ആപത്തും നിങ്ങൾക്ക് വരുന്നതല്ല പറഞ്ഞത്. നിങ്ങളുടെ മകൾക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ ഈ ചെറുക്കനാണെന്നും ദേവി പറഞ്ഞിട്ടില്ല. എന്നോട് കുടുംബക്ഷേത്രത്തിൽ നിന്നും ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു സൂചന ഇങ്ങനെ തന്നു, അവരെ ഇവിടെ വന്ന് തൊഴുതോട്ടെ എന്നുള്ളത്, ആ പൂജ ചെയ്തോട്ടെ എന്നുള്ളത് അവിടുന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ ഇങ്ങ് വന്ന് പറഞ്ഞതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തോളൂ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം പത്മ പറയണേ, ഏട്ടാ ഉദയേട്ടൻ വെറുതെ അവളുടെ വാക്ക് കേട്ട് ഓരോന്നിനെ ഇറങ്ങിച്ചാടാതെ, ഇപ്പം സമയമില്ലാത്ത സമയമാണ്, അപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അത് കേൾക്കുന്ന നന്ദിനി പറയണേ, പത്മ മേഡം എന്ന് പറയുമ്പോഴേക്കും നീ നിൻ്റെ വാ തുറക്കാതെ ഇരുന്നാൽ മതി. അവൾ തുടങ്ങി അവളുടെ സംസാരം. അപ്പോഴേക്കും യതീന്ദ്രൻ പറയാണ്, അവൾ പറയാനുള്ളത് പറഞ്ഞോട്ടെ, നിനക്കെന്താ കുഴപ്പം? എന്താ നന്ദിനി പറയൂ എന്ന് പറയണം. അപ്പം നന്ദിനി പറയാണ്, കുടുംബക്ഷേത്രത്തിൽ എന്തായാലും നമ്മുടെ കുടുംബക്ഷേത്രമല്ലേ, അപ്പോൾ അവിടെ പോയിട്ട് വേദയുടെയും രഞ്ജിത്തിനെയൊക്കെ ഒന്ന് പറഞ്ഞ് പൂജ ചെയ്യുന്നതിലൊരു കുഴപ്പമില്ല. ഇത് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങളല്ലേ, അതൊക്കെ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അത് ചെയ്യുന്നത് നല്ലതായിരിക്കാം. അവർ എന്ത് അങ്ങനെ പറഞ്ഞെങ്കിലും കൂടി നമുക്ക് ആ പൂജ ചെയ്യുന്ന കുടുംബക്ഷേത്രത്തിൽ ചെന്ന് ഇങ്ങനെ പൂജയൊക്കെ ചെയ്ത് അവിടെ നിന്ന് തൊഴുന്നതൊക്കെ നല്ലതല്ലേ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അത് കേട്ട ഉദയം പറയുന്നത്, ശരിയാണ് പത്മേ, നന്ദിനി പറഞ്ഞതിലും കാര്യമുണ്ട്, ഗംഗ പറയുന്നതിലും കാര്യമുണ്ട്. ഈ നാട്ടിൽ വന്ന് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോകണമെന്ന് എൻ്റെയും ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് നടക്കാൻ പോവുകയാണ്. നാളെ തന്നെ നമുക്കത് ചെയ്യാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ സമയം ഗംഗയും അതുപോലെ തന്നെ തൻ്റെ ഏട്ടൻ രാജീവിനെയും കൂട്ടി പോകുന്ന സമയത്ത് രാജീവ് പറയണം, ഇനി എന്തൊക്കെയാണ് ഗംഗ അവിടെ കിടന്ന് കാണിച്ചത്? ഇനി എന്തിനാണ് അവരെ കുടുംബക്ഷേത്രത്തിലോട്ട് വിളിക്കുന്നത്? അതിൻ്റെയൊക്കെ എന്താ കാര്യം? അതിൻ്റെയൊക്കെ കാര്യം ഏട്ടനെ ഇനി വഴിയേ ഇരിക്കുക. എന്നാൽ എൻ്റെ ഗംഗ എന്നെ സമ്മതിച്ചു. ആളുകളുടെ മുന്നിൽ എൻ്റെ പിടിച്ചു നിൽക്കാനുള്ള മെടുക്കുണ്ടല്ലോ. എത്ര പെട്ടെന്നാണ് നീ ആ പത്മയുടെ കുടുംബത്തെ നിൻ്റെ പരിധിക്ക് കൊണ്ടുവരുന്നത്? ഏട്ടാ ഇത് എൻ്റെ ആവശ്യമാണ്. കാരണം എൻ്റെ ഭർത്താവിനെ ഇറക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ്. എന്തായാലും കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ നടക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. അല്ല ഇവർ കുടുംബക്ഷേത്രത്തിൽ വന്നിട്ട് നിനക്കെന്ത് കാര്യം? അതൊക്കെ ഏട്ടൻ വഴി അറിഞ്ഞോളും എന്ന് പറയുന്നിട്ടോ. പിന്നീടാണെങ്കിലോ ഇവരിങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അതായത് പത്മയും പത്മയുടെ ഏട്ടനും അങ്ങനെ സൂര്യ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉടൻ തന്നെ പത്മ പറയാണ്, ശരി നമുക്ക് എല്ലാവർക്കും കൂടി കുടുംബക്ഷേത്രത്തിലോട്ട് പോവാം. എന്തായാലും അതിന് ഇനിയിപ്പോൾ ഒരു കുറവും വേണ്ട. അപ്പോൾ ഉടൻ തന്നെ ഉദയം പറയാണ്, ആ പോണം പത്മ, എൻ്റെ മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി. ആ സ്ത്രീ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിപ്പോൾ അത് ചെയ്തു എന്ന് കരുതി ഒരു പേടിക്കാനോ അതൊന്നും ഇല്ലല്ലോ. പിന്നെ എന്താ, നമുക്കൊന്ന് പോയി നോക്കാം, അവിടെ പോയി പറയുന്ന പൂജയൊക്കെ ചെയ്തു വരാമെന്ന് പറയാം കേട്ടോ. ഓ ശരി നമുക്ക് പോവാം. ഇനിയിപ്പോൾ അതിനായിട്ട് മനസ്സിന് ആർക്കും ഒരു മുട്ട് വേണ്ട. എന്തായാലും കുടുംബക്ഷേത്രത്തിലല്ലേ, അപ്പോൾ എല്ലാവർക്കും കൂടി പോകാൻ ബുദ്ധിമുട്ടല്ലേ, നമുക്ക് 2 വണ്ടി എടുത്താലോ എന്നിങ്ങനെ യതീന്ദ്രൻ പറയുന്നത്. എന്തിന് 2 വണ്ടി? ഒരു വണ്ടി മതി. ഒരു വണ്ടിയിൽ എങ്ങനെ എല്ലാവരും കൂടി പോവുക എന്ന് യതീന്ദ്രൻ ചോദിക്കുകയാണ് പത്മയോട്. പത്മ പറയണേ, അതിന് ആരെ എല്ലാവരും കൂടി പോകുന്നത്? ഇപ്പം അടുത്തല്ലേ ക്ഷേത്രത്തിൽ പോയി വന്ന്, ഇനിയിപ്പോൾ എല്ലാവരും കൂടി പോകുന്നത് എന്തിനാ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ നിൽക്കുന്ന വേദയും രഞ്ജിത്തും അതുപോലെ തന്നെ ഹരിതയും എൻ്റെ ഏട്ടനും ഏട്ടത്തിയും മാത്രം മതി, നിങ്ങളും മതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മകനല്ലേ സൂര്യ. അപ്പോഴേക്കും വിജയ് പറയും, ഞാൻ വേണ്ടേ? അതെ വിജയ്, നീ വരണ്ട, നീ ഇപ്പോൾ കുടുംബക്ഷേത്രത്തിൽ വന്നതല്ലേ, നീ ഇപ്പോൾ എന്തായാലും വരണ്ട, നീ ഇരുന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് പറയട്ടോ. എന്താ ആൻറ്റി എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ നീ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, നിൻ്റെ ഡ്യൂട്ടി അത് ചെയ്തോ. അപ്പോൾ ഇതിനെ ചോദിക്കുകയാണ്, നമ്മുടെ സൂര്യ വേണ്ടേ? അവൻ എത്രയായാലും ഇവളുടെ ഏട്ടനല്ലേ,
ഏട്ടനെന്ന് തോന്നൽ കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോഴല്ല വേണ്ടത്, ഏട്ടനെന്ന് തോന്നൽ വേറുള്ള കാര്യത്തിലും വേണം. അപ്പോൾ ഈ ഒരു കുടുംബക്ഷേത്രത്തിൽ പോയി അവന് അങ്ങനെ അങ്ങ് ഏട്ടനാവാൻ ചമയണ്ട എന്നൊക്കെ ഇങ്ങനെ പത്മ പറയുമ്പോൾ എന്തൊക്കെയാണ് പത്മ നീ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് യതീന്ദ്രൻ ചൂടാവുമ്പോൾ ഉടൻ തന്നെ സൂര്യ കൈക്ക് പിടിക്കാണ്. അതെ അച്ഛൻ എനിക്ക് വേണ്ടി വാദിക്കണ്ട, അങ്ങനെ വാദിച്ചു കഴിഞ്ഞാൽ നാളെ അച്ഛനെയും പുറത്തോട്ട് തള്ളും. കാരണം അച്ഛനെ ഇപ്പോൾ കൊണ്ടുപോകുന്നത് വണ്ടി ഓടിക്കാൻ ഒരു ഡ്രൈവറെ ആവശ്യമുണ്ടല്ലോ, ആ ഒരു ലെവലിലാണ് അച്ഛനെ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ അച്ഛനെ ഇപ്പോൾ എനിക്ക് വേണ്ടി വാദിച്ച് അത് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് സൂര്യ ടാബിളിൽ അങ്ങ് അടിച്ചു പോകുമ്പോൾ വിജയ് പറയണേ ഈ ക്ലാസ് ഇപ്പോൾ പൊട്ടിയിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദിനിക്ക് ഭയങ്കര വിഷമമാവാണ്. തൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് ഓരോ കാര്യത്തിനും സൂര്യയെ ഒഴിവാക്കാൻ പത്മ ശ്രമിക്കുന്നത് കാണുമ്പോൾ നന്ദിനിക്ക് വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി പോകാൻ ഒരുങ്ങാണ്. എന്നാൽ ഇതെല്ലാം ഗംഗ ക്യാമറ കണ്ണിലൂടെ കാണുകയാണ്. അങ്ങനെ ഗംഗ പറയാണ്, ഇപ്പം എന്തായി രാജുവേട്ട, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നില്ലേ, അവരെല്ലാവരും കുടുംബക്ഷേത്രത്തിലോട്ട് പോകും. ഇനിയാണ് എൻ്റെ കളി തുടങ്ങാൻ പോകുന്നത്. ഞാൻ വിചാരിച്ചതുപോലെ പത്മയുടെ മൊത്തം കുടുംബം എനിക്ക് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് ഇനി ചെയ്യാം, നീ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ വഴിയെ മനസ്സിലാക്കുമെന്ന് പറയണം കേട്ടോ. പിന്നീടാണെങ്കിൽ ഇവരെല്ലാവരും കുടുംബക്ഷേത്രത്തിലോട്ട് പോകുന്ന ആ ഒരു രംഗമാണ്. ഇവരെല്ലാവരും പോകുമ്പോൾ ഉദയം പറയുന്നുണ്ട്, അയ്യോ എന്തോ മാറ്റമാണ് ഇപ്പോൾ കാണുന്നത്, പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, US ഇവിടെ തമ്മിൽ എന്തൊക്കെ വ്യത്യാസം, നാട്ടുംപുറത്ത് എന്ത് രസമാണ് കാണാൻ, അതൊരു പ്രത്യേക ഭംഗി, അവിടെയാണെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങൾ, ഇവിടെയൊക്കെ എന്ത് രസമാണ്, പച്ചപ്പും എന്ത് കാണാൻ, അങ്ങനെയുള്ള ആ ഒരു പ്രകൃതി ഭംഗി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം പറയാൻ ശരിയാണ്. അല്ല ഈ ക്വസ്റ്റ്യൻ എത്തുമ്പോഴേക്കും നമ്മുടെ ആ പഴയ നാട് തന്നെയല്ലേ, നമ്മൾ കളിച്ച് വളർന്ന ആ ഒരു ഇതിൽ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലേ, ചില സ്ഥലങ്ങളിൽ ഒരു ഉയർന്ന ബിൽഡിംഗ് വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ അത്ര പച്ചപ്പ് ഇപ്പോൾ പത്മ താമസിക്കുന്ന ടൗണിലോട്ടൊന്നും ഇല്ലല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ അവർ ഈ പച്ചപ്പിനെ കുറിച്ച് നാടിനെ കുറിച്ചുള്ള ആ ഒരു സന്തോഷ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇപ്പുറത്തെ പെട്ടെന്ന് ഗംഗ ഒരാൾക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ഗുണ്ടയ്ക്ക് തന്നെയാണ്, ആ ഗുണ്ടയ്ക്ക് തന്നെ വിളിക്കുകയാണ്. അതെ ഇവിടെ നിന്നും പോന്നിട്ടുണ്ട്, അവരുടെ വണ്ടി നമ്പർ നോട്ട് ചെയ്തോളൂ, അതുകൊണ്ട് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം എന്ന് പറയണം കേട്ടോ. ഇനി നിങ്ങൾക്കൊരു പാളിച്ച പാടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നന്ദിനിയാണ് കാണിക്കുന്നത്. നന്ദിനി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ നന്ദിനിയുടെ ഉള്ളിൽ പിടപെടാ കേട്ടോ. നന്ദിനിക്ക് പേടിയാവുകയാണ്. നന്ദിനി മൊത്തത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നന്ദിനി ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ എന്താ ഈശ്വര എനിക്കിങ്ങനെ തോന്നുന്നു, അവർ കുടുംബശ്രീത്തിൽ പോയതിന് എനിക്കെന്താ പ്രശ്നം, എൻ്റെ മനസ്സിനുള്ളിൽ എന്തിനാണ് ടെൻഷൻ വരുന്നത്, ഞാനെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, എന്താ ഈശ്വര എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്തിനാ ദൈവം എൻ്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരുന്നത്, താനൊരു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കോണി ഇറങ്ങുന്ന സമയത്ത് നന്ദിനി അങ്ങ് വീഴുകയാണ്. അപ്പോൾ സൂര്യ വഴി വരുമ്പോൾ സൂര്യയുടെ ദേഹത്തോട്ടാണ് കേട്ടോ വീഴുന്നത്. അപ്പോൾ നന്ദിനി എനിക്കെന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അവിടെ തന്നെ എന്തോ എനിക്കറിയില്ല, മനസ്സിന് സമാധാനം കിട്ടുന്നില്ല, മൊത്തത്തിലൊരു ടെൻഷൻ, എന്ത് ടെൻഷൻ അറിയില്ല, അവർ കുടുംബക്ഷേത്രത്തിൽ പോയതിന് എനിക്ക് എന്തൊക്കെയോ ടെൻഷൻ സൂര്യ സാർ, എന്തോ ഒരു ആപത്ത് വരാൻ സംഭവിക്കുന്നത് പോലെ, എന്താപത്ത് അതെനിക്കറിയില്ല, നമുക്കിപ്പോൾ പെട്ടെന്ന് അവരുടെ അടുത്തോട്ട് പോകാൻ പറ്റുമോ സൂര്യ സാർ, ദേഷ്യപ്പെടില്ലെങ്കിൽ. നന്ദിനി നീ എൻ്റെ അമ്മ പറഞ്ഞത് കേട്ടല്ലേ, എന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയ, എന്നെ യാതൊരു വിലയും നൽകാത്ത അവരുടെ മുന്നിലോട്ട് ഞാൻ എൻ്റെ സൂര്യ സാർ എനിക്ക് വേണ്ടി ഒന്ന് കുടുംബക്ഷേത്രത്തിലോട്ടൊന്ന് പോകാൻ പറ്റും, നമുക്കൊന്ന് പോയി വന്നാലോ, അത് നല്ല കാര്യമല്ലേ, എന്തിനാണ് അതിനെ വെറുതെ എന്നെ നാണകരുത് സൂര്യ സാർ, പ്ലീസ് എന്തോ ആപത്ത് അവർക്ക് വരുന്നു, നമുക്കൊന്ന് അവിടെ പോയി വരുന്നതിന് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ശരി നീയും കൂടി ഉണ്ടോ, ഞാനുണ്ട്, എന്നല്ല അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ലോങ് ഡ്രൈവ് അല്ലേ അപ്പോൾ രസമാണ് എന്ന് പറഞ്ഞിട്ട് അവർ പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ. ഇനിയാണ് അവിടെ വെച്ച് ആപത്ത് സംഭവിക്കുന്നത്.